നമസ്കാരം. അല്ല ഫോട്ടോ വെച്ച് അല്ലല്ല PMOയിൽ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ അല്ല വീടിന്റെ ഫോട്ടോ വെച്ച് എംബ്ലം വെച്ച ഫോട്ടോ വെച്ചിട്ടുണ്ടോ? എംബ്ലം വെച്ച ഫോട്ടോ ഉണ്ടോ എന്ന് ചോദിച്ചു കൗൺസിലർ. അല്ല അങ്ങനെയല്ല പ്രധാനമന്ത്രിയുടെ ചിത്രം വെച്ച ഫോട്ടോ ഉണ്ടോ? പ്രധാനമന്ത്രിയുടെ ചിത്രം വെച്ച് ലോഗോ വെച്ച ഫോട്ടോ 35 എണ്ണം സ്വീകാര്യ വാർഡിൽ നിന്ന് ഞാൻ ഉൾപ്പെടെ ആ കുടുംബം ആ ചെയ്തിരിക്കുന്ന വീട്ടിന്റെ ഫ്രണ്ടിൽ പോയി നിന്ന് ആ ഫോട്ടോ ഉണ്ട്. ഫ്രണ്ടിലുള്ള ഫോട്ടോ എടുത്തു വെച്ച് ഞങ്ങൾ ഫോട്ടോ എടുത്ത് PMAY സെക്ഷനിൽ ചോദിച്ചു നോക്കിയാൽ അറിയാം. ഉണ്ട്, അങ്ങനെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. അതിലൊരു ക്വസ്റ്റ്യനും ഉണ്ട്, 10 ക്വസ്റ്റ്യൻ ഉണ്ട്. PMAY പദ്ധതി പ്രകാരം വീട് കിട്ടിയതാണോ, എത്ര രൂപ കിട്ടി, ഈ പദ്ധതി പ്രകാരം നിങ്ങൾ അർഹയായിരുന്നോ, കൂടുതൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്. അപ്പോഴൊക്കെ ഞാൻ ഉൾപ്പെടെ ഉള്ളവർ അതിൽ കൊടുത്തത് തുക കുറെ കൂടി വർദ്ധിപ്പിക്കണം എന്നേ പോലെയുള്ള പാവങ്ങൾക്ക് ഈ ഒരു ഞാനും ആ പദ്ധതി പ്രകാരം വീട് വെച്ച ഒരു വ്യക്തിയാണ്. ഒരു മിനിറ്റ് അല്ല അങ്ങ് പറഞ്ഞ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയാണ്. അങ്ങ് പറഞ്ഞ സ്ഥലത്ത് ഈ PMAയുടെ എംബ്ലംബിൽ ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ഫോട്ടോ ഉണ്ട്. PMAY പ്രധാനമന്ത്രി ആവാസ് യോജന അല്ല ഫോട്ടോ പ്രധാനമന്ത്രിയുടെ ചിത്രം ഉണ്ടോ? ഉണ്ട്, എംബ്ലം ഉണ്ട്. എംബ്ലമല്ല, പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ഉണ്ട്. നമ്മുടെ ആദ്യമായിട്ടുള്ള അറിവാണ്. സെക്ഷനിൽ ചോദിക്കുക സാർ, സെക്ഷനിൽ ചോദിക്കുക. എന്റെ കയ്യില് ഞാൻ പറയട്ടെ, ഇവിടെ 3 ടേം തുടർച്ചയായിട്ട് കൗൺസിലർമാരായിട്ടുള്ള അങ്ങോട്ട് കൊടുത്താൽ മതി. 3 ടേം തുടർച്ചയായിട്ട് കൗൺസിലർമാരായിട്ടുള്ളവരുണ്ട്. ഞാൻ അല്ല ഉണ്ടെങ്കിൽ പുതിയ അറിവാണെങ്കിൽ പഠിക്കണ്ടേ അത്? അങ്ങനെ ഉണ്ടെങ്കിൽ അറിയണമല്ലോ. അങ്ങനെ തന്നോളൂ. പ്രധാനമന്ത്രി ഫോട്ടോ ഉണ്ടെങ്കിൽ അത് പുതിയ അറിവായിട്ട് ചോദിക്കുക. അല്ലല്ല വെയിറ്റ് ചെയ്യുക. അങ്ങനെ ഒരു പുതിയ അറിവാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ മുഴുവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയണ്ടേ? പുതിയ അറിവാണ്. അല്ല ഇതിൽ പ്രധാനമന്ത്രി ഫോട്ടോ അല്ലല്ല എനിക്ക് അല്ല മാഡം അല്ലല്ല ഞാൻ പറയട്ടെ, ഇത് അല്ലല്ല കൗൺസിൽ ഇപ്പൊ എല്ലാവരും ഉണ്ടല്ലോ, മീഡിയ ഒക്കെ ഉണ്ടല്ലോ. ബഹുമാനപ്പെട്ട അംഗം കാണിച്ചത് ഗിരികുമാർ എന്ന ബഡ്ജറ്റ് ചർച്ച ഉയർത്തി കാണിച്ച എംബ്ലമാണ്. അങ്ങ് കാണിച്ച നിങ്ങൾക്ക് നോക്കാം. ബഹുമാനപ്പെട്ട ഇതാണോ പ്രധാനമന്ത്രിയുടെ പടം? അല്ല ഞാൻ ചോദിക്കട്ടെ, അല്ലല്ല ഞാൻ പറയട്ടെ, നമുക്ക് ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റ് ചർച്ച ചെയ്യാം. ബഹുമാനപ്പെട്ട പാങ്ങപ്പാറ കൗൺസിലർ കാണിച്ചത് അന്ന് ഗിരികുമാർ ഉയർത്തി കാണിച്ച എംബ്ലമാണ്. ഇവിടെ സെക്രട്ടറി ഉണ്ട്, 2 ഉദ്യോഗസ്ഥരുണ്ട്. ഇത് അല്ല ഞാൻ എനിക്ക് എന്താണ് നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. അങ്ങ് പറഞ്ഞ 35 വീടുകളിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ പടം വച്ചിട്ടുണ്ടെങ്കിൽ കാണിച്ചാൽ പുതിയ അറിവായതുകൊണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അത് നമുക്ക് അറിയണം, കാണിക്കാം. അല്ലല്ല ബഹുമാനപ്പെട്ട അങ്ങത്തോട് ഒരു സംശയം. അങ്ങയുടെ കയ്യിൽ അങ്ങയുടെ കയ്യിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ ഫോട്ടോ, പ്രധാനമന്ത്രിയുടെ ചിത്രം ഏതെങ്കിലും വീട്ടിൽ ആ പദ്ധതിയുടെ ഭാഗമായിട്ട് വെച്ചിട്ടുണ്ടോ? പറ്റില്ല. ഇല്ല. ഓക്കെ, ഇനി കണ്ടിന്യൂ ചെയ്യും. അതുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ ബഹുമാനപ്പെട്ട അങ്ങ് കാത്തിരിക്കും. അതായത് അല്ലല്ല മൈക്ക് കൊടുത്തില്ല. ഒന്ന് രാജീവ് കുമാർ അതല്ല മൈക്ക് ആക്കിയില്ല, ആരും മൈക്ക് ആക്കിയില്ല. ഒന്ന് ക്ലാരിഫൈ ചെയ്യട്ടെ. അതായത് കഴിഞ്ഞ 5.5 വർഷമായിട്ട് കൗൺസിലറായിട്ടിരിക്കുന്ന ആളാണ് ഞാൻ. കഴിഞ്ഞ ഒരുപാട് കാലമായിട്ട് പൊതുപ്പറത്ത് നിൽക്കുകയാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ ചിത്രം ഇന്ത്യയിൽ എവിടെയെങ്കിലും പ്രധാനമന്ത്രിയുടെ ഫോട്ടോ PMAY പദ്ധതിയിൽ വീടുകളിൽ വെച്ചതായിട്ട് നാളെ ഇതുവരെ അറിവില്ല. അല്ല ഈ കൗൺസിലിലെ ഒരു ബഹുമാനപ്പെട്ട അംഗം അങ്ങനെ 35 വീടുകളുണ്ടെന്ന് ഉത്തരവാദിത്തോടെ പറയുമ്പോൾ മേയർ എന്നുള്ള നിലയ്ക്ക് അത് അറിവാണ് ഉത്തരവാദിത്വം എനിക്കുണ്ട്. അതാണ് അങ്ങയുടെ കയ്യിൽ ഇപ്പോൾ അങ്ങ് കാണിച്ച ചിത്രം. അങ്ങ് ഡയസിൽ വന്ന് ഗൗരവത്തോടെ കാണിച്ച ചിത്രം ഞാൻ വിലയിരുത്തി 3 ഉദ്യോഗസ്ഥരെ കാണിച്ചു, കൗൺസിൽ മുമ്പായി കാണിച്ചു. ഇപ്പോഴും ആക്കുന്നത് വേണമെങ്കിൽ അങ്ങയുടെ ഫോണിൽ പരിശോധിക്കാം. അത് PMAയുടെ ഗിരികുമാർ അന്ന് കാണിച്ച ലോഗോയാണ്. 2 ഇപ്പൊ അങ്ങയുടെ കയ്യിലില്ല. അങ്ങനെ വാർഡിൽ പോയിട്ട് ഇന്നോ നാളെയോ ഒഴുക സ്ഥലത്ത് നിന്ന് ഫോട്ടോ എടുത്ത് കാണിക്കുകയാണെങ്കിൽ അതും പഠിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അങ്ങ് കണ്ടിന്യൂ ചെയ്തോളൂ. അതല്ല, ഈ ഫോട്ടോ പതിക്കാൻ പറഞ്ഞില്ല. ഈ ഫോട്ടോ ഒരു വീടുകളിലും പതിച്ചില്ല. എനിക്ക് ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ ഉണ്ട്, കുടുംബശ്രീ. അങ്ങനെയല്ല പറഞ്ഞത്. അങ്ങ് പറഞ്ഞു ഫോട്ടോ അങ്ങനെ ഫോണിലിട്ടെന്ന് പറയാൻ അങ്ങ് ഫോട്ടോ ഉണ്ടെന്ന് പറയാൻ വന്നത് ഇവിടെ ചോദിക്കണം. അതേ പറയട്ടെ, അച്ഛനിരിക്കും. അല്ലല്ല ഇത് ദീപാ സുരേഷിന്റെ സമയമാണ്. ഇത് ദീപാ സുരേഷിന്റെ സംസാരിക്കാൻ അനുവദിച്ച സമയമാണ്. അവിടെ സംസാരിക്കട്ടെ. സാറേ ഇത് പറയാൻ അനുവദിക്കൂ. ഈ ലൈഫിൽ തന്നെ വീട് കിട്ടി ആ ഒരു ഉപഭോക്താവാണ് ഞാൻ ഉൾപ്പെടുന്ന സംഘം. അന്ന് PMAY പദ്ധതിയിൽ നിന്ന് ഞങ്ങൾക്കൊരു ലോഗോയും ഈ ഒരു പ്രിന്റും തന്നു. ഒരു വീട്ടിലും അത് ഒട്ടിക്കാൻ പറഞ്ഞില്ല. അത് കൊണ്ടുനിന്ന് ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യുക.
ഒരു വീട്ടിൽ ഒട്ടിച്ചു വെച്ചില്ല. അങ്ങ് പറഞ്ഞത് പ്രധാനമന്ത്രി, ഞാൻ ആവർത്തിച്ച് ചോദിച്ചു, പ്രധാനമന്ത്രിയുടെ ചിത്രമുണ്ട് അങ്ങോട്ട് ഉണ്ടെന്ന് പറഞ്ഞാണ് കൊണ്ടുവന്നത്. ഈ ലോഗോ ഗിരികുമാരൻ ഉയർത്തി കാണിച്ചതാണ് പിന്നീട് ലോഗോ. അല്ല, ഇപ്പൊ ബഹുമാനപ്പെട്ട കൗൺസിലർ ഇപ്പൊ പറഞ്ഞു ആ ലോഗോ വെക്കാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ലോഗോയുടെ അങ്ങ് പറഞ്ഞ പ്രധാനമന്ത്രിയുടെ ചിത്രം, ആ തെറ്റിദ്ധാരണ കൗൺസിലിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു ബോഡിയിൽ തെറ്റിദ്ധാരണ പരത്താൻ പാടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ക്ലാരിഫൈ ചെയ്ത് ഇത് ഞങ്ങൾ കണ്ടില്ല. ഇപ്പൊ പറഞ്ഞത് അങ്ങനെ, ഇന്നിപ്പോ പറഞ്ഞ ആ ലോഗോ വെക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ്. അല്ല, ലോഗോ പ്രധാനമന്ത്രിയുടെ ചിത്രവും രണ്ടാണ്. ലോഗോ ഒരു പ്രോജക്ടിന്റെ എണ്ണമാണ്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ ചിത്രം അത് എന്റെ ഡിഫറന്റ് ആണ്. അങ്ങ് ചുരുക്കണം. കാരണം അങ്ങ് പറഞ്ഞ പോയിന്റ്, അങ്ങ് പറഞ്ഞ വസ്തുതാവിരുദ്ധമാണ്. അങ്ങ് ചുരുക്കിയാൽ അടുത്ത ആൾക്കാർ അതിനകത്തൊരു 10 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം വീട് ലഭിച്ചതാണോ? ആണ്. അത് കഴിഞ്ഞതിന് ശേഷം പ്രധാനമന്ത്രിയുടെ അതൊക്കെ എല്ലാവർക്കും അറിയാമുള്ളതാ. അല്ല, അത് അങ്ങനെ ഒരു സിസ്റ്റം ഓൺലൈൻ വഴി നമുക്ക് ഒരു പ്രോജക്ടിന്റെ ഭാഗമാണ്. അപ്പൊ അങ്ങനെ ഇല്ല എന്ന് ബഹുമാനപ്പെട്ട കൗൺസിലർ പറഞ്ഞു. അത് ആ ഒരു വീട് കിട്ടുന്നത് ഹരിമാണ്. നോക്കൂ, എത്ര ആത്മവിശ്വാസത്തോടു കൂടിയാണ് ആ കൗൺസിലർ അവിടെ കള്ളം പറയാൻ ശ്രമിച്ചത്. പ്രധാനമന്ത്രിയുടെ ഫോട്ടോ 35ഓളം വീടുകളിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് എന്ന തരത്തിൽ അവർ ആ ഫോണുമായിട്ട് ചെന്ന് കാണിക്കാൻ നോക്കുന്നു. അത് ഫോട്ടോ അല്ല എന്ന് മനസ്സിലാവുന്നു. തുടർന്ന് ഇന്ത്യയിൽ ഒരിടത്തും അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് എൻ്റെ അറിവിലില്ല എന്ന് മേയർ BV രാജേഷ് തന്നെ പറയുന്നു. ഒടുവിൽ അവർക്ക് തന്നെ പറയേണ്ടി വരുന്നു, PMAYയുടെ ലോഗോ അടക്കമുള്ള വീട് കിട്ടി അതുമായിട്ടുള്ള ഫോട്ടോ എടുത്ത് സൈറ്റിൽ അപ്ലോഡ് ചെയ്താൽ മതിയെന്ന്. അതൊരു സാധാരണ നടപടിക്രമം മാത്രമാണ്. കാരണം സർക്കാരിന് അറിയണമല്ലോ ഈ സ്കീം വഴി എത്ര ജനങ്ങൾക്ക് ഈ വീട് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കണക്കറിയാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യണം. അല്ലാതെ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ഇന്ത്യയിൽ ഒരിടത്തും ഇതുപോലെ PMAY വഴി വീട് കിട്ടിയ ഒരിടത്തും പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെച്ചിട്ടില്ല. പക്ഷേ വെച്ചിട്ടുണ്ട് എന്ന തരത്തിലാണ് അവരവിടെ സ്ഥാപിക്കാൻ ശ്രമിച്ചത്. ഒടുവിൽ അവർക്ക് തന്നെ അത് തിരുത്തേണ്ടി വരുന്നു. ഭരണമുണ്ടായിട്ടാണ് BJPക്ക്. ഇല്ലായിരുന്നെങ്കിലോ ഈ കള്ളം പൊളിക്കാൻ പോലും അവർക്ക് അവസരം കിട്ടത്തില്ലായിരുന്നു. അതാണ് യാഥാർത്ഥ്യം.